വേറെയല്ലല്ലോ എങ്ങനെ പറയും നിങ്ങളുടെ കുറിച്ച് സ്ഥലമല്ലേ. ഹായ്, വെൽക്കം ടു മൈ ചാനൽ ആദിത്യ സ്റ്റോറീസ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റത്തെ ഓൺ വോയിസ് വീഡിയോയും എൻ്റെ ഫസ്റ്റ് വീഡിയോയും കൂടിയാണ്. ഞാൻ ഇതുവരെ ഷോർട്സാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരു ഓൺ വോയിസ് വീഡിയോ, ഒരു ലോങ് വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ നല്ല രീതിക്കുള്ള ചമ്മൽ എനിക്കുണ്ട്. ഓക്കെ, ശരിയാവും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് പെർഫ്യൂം കളക്ഷൻസ് കാണിച്ചു തരാനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പെർഫ്യൂംസ് ഒക്കെ വാങ്ങിയത് നമ്മുടെ UAE-ലുള്ള WTC-ന്നാണ്. ഞങ്ങൾ അവിടെ പോയപ്പോൾ ജസ്റ്റ് നോക്കിയോളൂ, അപ്പോഴേക്കും അവർ നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിച്ചു. അപ്പം ഞാൻ അതൊന്നും കുറേ ആയി, 2-3 ദിവസമായി ഞാനത് വാങ്ങിയിട്ട് ഇതുവരെയായിട്ട് ഞാനത് അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അൺബോക്സ് ചെയ്യല്ല, ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം നമുക്ക് പെർഫ്യൂം കളക്ഷൻ കണ്ടാലോ. അപ്പം ഇതാണ് ആ പെർഫ്യൂം. അപ്പം നിങ്ങൾ വിചാരിക്കും നല്ലൊരു എമൗണ്ട് ഞാനതിന് കൊടുത്തിട്ടുണ്ടെന്ന്. ഇല്ല, ഞങ്ങൾ നല്ല രീതിക്ക് ബാർഗെയിൻ ചെയ്തിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഞാനിത് വാങ്ങിയത് വെറും 100 ദർഹത്തിനാണ്. അപ്പോൾ അത് വിശ്വസിക്കുക, ഇതിൽ 4 എണ്ണം ഉണ്ട് കേട്ടോ. 4 പെർഫ്യൂംസ് ഉണ്ട്, 4ഉം നല്ല സ്മെല്ലാണ്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ നിന്ന് വാങ്ങിയിട്ട് ജസ്റ്റ് നമ്മൾ അവരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. അപ്പോൾ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ബാർഗെയിൻ ചെയ്യാം. ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരത് കുറച്ച് തരും. അങ്ങനെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളതാണ്. നിങ്ങൾ അവിടെ എവിടെയെങ്കിലും UAE-ലുള്ളവർ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഉറപ്പായിട്ട് നിങ്ങൾക്കും കുറഞ്ഞ പൈസയ്ക്ക് തന്നെ കിട്ടും. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്താലോ. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ പെർഫ്യൂം. ഇതൊക്കെ ജീൻ പാരീസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നമുക്കിത് അൺബോക്സ് ചെയ്യാം. പൊട്ടിച്ചിട്ടില്ല ഞാനിത്. എനിക്ക് ക്ഷമ കുറച്ച് പോകാം. ഇങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന്, അതായത് നല്ല ഭംഗിയൊന്നും പൊട്ടിയില്ല. അത് നല്ല കുടിക്കുന്നത് എത്ര പോലെ അവിടെ നിന്ന് ട്രൈ നോക്കിയപ്പോൾ ആണ് ഒരെണ്ണം. ജീൻ പാരീസ് ആണ് കേട്ടോ ഇതിൻ്റെ ബ്രാൻഡ് ഉള്ളത്. ഇവിടെ വേറെ ഉണ്ട് പെർഫ്യൂംസ്, ഞാനത് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ നോക്കാം. നല്ല രസം കേട്ടോ, നല്ല മണം. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം കുത്തണ സ്മെല്ല് ഉണ്ടാവില്ല. അങ്ങനത്തെ പെർഫ്യൂംസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് എല്ലാ പെർഫ്യൂംസും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. കുറച്ച് പെർഫ്യൂംസ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടുള്ളൂ. അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച 4 എണ്ണം കേട്ടോ ഇത്. അത് വളരെ ചെറിയ പൈസയ്ക്ക് 100 ദർഹത്തിനാണ് ഞാൻ ഈ 4 എണ്ണം വാങ്ങിയത്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കിയാൽ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഫ്രഷ് സ്മെല്ല് തരുന്നതാണ് ഇത്. നല്ല രസമുണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ പോകുന്നെങ്കിൽ അപ്പോഴും വാങ്ങിച്ചു. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ അന്ന് ഞാൻ ഡ്രസ്സിൽ ട്രൈ ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്ന് കുറേ കേട്ട് ഞാൻ ഡ്രസ് ചെയ്തത്. അത് സ്മെല്ലിൻ്റെ ഡ്രസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് സെറ്റ് പോയി സ്മെല്ല് പോയിട്ടില്ല. അല്ലേ എനിക്ക് ഞാൻ ശരിക്കുന്നത്. ഇതെനിക്ക് എനിക്ക് ഇതുണ്ടല്ലോ വളരെ ഒരു പരിചയമുള്ള ഒരു സ്മെല്ല് പോലെ. ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ മണം രസമുണ്ട്. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു കുത്തണ സ്മെല്ല് പോലെ, അങ്ങനത്തെ ഒരു സ്മെല്ലായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നു. പക്ഷെ മറ്റേത് നല്ല മണം കൊള്ളാം. ഇതെനിക്ക് അത്ര പോരാന്നല്ല, നല്ലതാണ്, ഇഷ്ടമായി. പക്ഷെ അതിൻ്റെ അത്ര പോരാ. നൈസായിട്ടൊരു തലവേദന എടുക്കുന്ന ഒരു സ്മെല്ലില്ല, അങ്ങനത്തെ ഒരു സ്മെല്ല് പോലെ നൈസായിട്ട് എവിടെയോ എനിക്ക് പെട്ടെന്ന് മണത്തെ. അപ്പം അത് ഫീൽ ചെയ്തു. നമുക്ക് അടുത്ത് നോക്കിയാലോ. അടുത്തത്തെ ഇതാണ് കേട്ടോ. വേഗം പൊട്ടിക്കാം. ചമ്മലൊക്കെ മാറി. എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പം ശരിയാ. നമ്മൾ ഫസ്റ്റ് എടുത്ത പോലെ അതേ പോലെ ഇത് വലിയ കുഴപ്പമില്ല എനിക്ക്. പക്ഷെ ഫസ്റ്റത്തെ ആണ് നല്ല ഇഷ്ടമായി. ഇതും നല്ലതാണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് കാണിച്ചെന്നില്ല. അത് നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരുന്നു. അത് എന്താ പറയുക, ചില സ്മെല്ലോ അത് എൻ്റെ പേഴ്സണലായിട്ട് ഇഷ്ടമായിരിക്കും കേട്ടോ. ചിലപ്പോൾ എനിക്ക് അങ്ങനത്തെ ഇപ്പം എല്ലാവർക്കും ഒരേ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഈ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതും എനിക്കിഷ്ടമായി. ഇപ്പം അടിച്ച 3 എനിക്കിഷ്ടമായി. പക്ഷെ
ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഫസ്റ്റ്. ഇതെനിക്ക് ചെറുതായിട്ട് ഒരു നല്ല സ്മെല്ലാണ്. ഇതങ്ങനെ കുത്തണ സ്മെല്ലൊന്നുമല്ല, അങ്ങനെ എടുത്തറിയാത്ത പോലത്തെ ഒരു സ്മെല്ല്. ഇപ്പൊ എങ്ങനെ പറയും ഈ സ്മെല്ലൊക്കെ കുറിച്ചിട്ട്? എല്ലാം ഇപ്പൊ സ്മെല്ല് തന്നെയല്ലേ. അടുത്തത് റിച്ച് ലെതർ ഇതൊക്കെ ടൈറ്റ് ആക്കി പക്ഷെ നമ്മൾ നല്ല കുറിച്ചില്ലേ കിട്ടി കുറച്ചാൽ പോകും. ഇത് നല്ല കിട്ടിയല്ലോ. എനിക്ക് ഫസ്റ്റത്തെ മാത്രമേ ഇഷ്ടമായുള്ളൂ. ഈ 3 എണ്ണം ഉണ്ടല്ലോ, അത്ര ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പാക്കിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 4 എണ്ണം കിട്ടും. 4 എണ്ണം ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ, അത് വേറെ കാര്യം. എനിക്ക് പേഴ്സണലി ആ സ്മെല്ലാണ് ഇഷ്ടപ്പെട്ടത്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ 4 പെർഫ്യൂം. അങ്ങനെ അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഗസൽ. എന്താ പറയാ, ഒരു പെട്ടെന്ന് എനിക്ക് അടിച്ചു നോക്കിയപ്പോൾ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ലില്ലേ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തോട്ടാ. ഈ 4 എണ്ണത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് ഗൈസ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഓൾറെഡി കുറച്ച് പെർഫ്യൂംസ് ഇരിക്കുന്നുണ്ട്. അതേതൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇത് ക്രൗൺ പെർഫ്യൂംസിന്റെ ആണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് ക്ലാസ്സിന് മുമ്പൊക്കെ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്കൂൾ ബസ്. അടുത്തത് ഇതാണ്. ഇത് അജ്മലിന്റെ ആണ്. ഇതും നല്ലതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാം നല്ല ബ്രാൻഡാണ്. ഇതൊന്നും എൻ്റെ അല്ല, ഇതൊന്നും എൻ്റെ ഇല്ല. ഞാൻ ഈ പെർഫ്യൂംസ് ഒന്നും അങ്ങനെ അടിക്കാറൊന്നുമില്ല. ഇത് ബ്ലൂ. ഇത് അടിപൊളിയാണ്. ഇത് 3 നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള 3. പിന്നെ വേറെ ഉണ്ട്. ഇതൊക്കെ അജ്മലിന്റെ അത്തറുകളാണ്. രണ്ടും ഡിഫറെന്റ് ഫ്ലേവർ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇതൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ട് പോലില്ല. ഏതെങ്കിലും ഒരു പെർഫ്യൂം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതടിക്കും. പക്ഷെ ഇങ്ങനെ കുത്തുന്ന സ്മെല്ലൊന്നും എനിക്ക് അങ്ങനെ പറ്റില്ല. മൈൽഡായിട്ടുള്ള ഇഷ്ടപ്പെട്ട ഏതെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അടിക്കും. അങ്ങനെ ഞാൻ ഫസ്റ്റേ പറഞ്ഞത്, എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഞാൻ സംസാരിക്കണതിലും പിന്നെ എല്ലാം കൊണ്ടും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വ്യൂസൊന്നും ഫസ്റ്റ് വീഡിയോക്കൊന്നും കിട്ടില്ല, അത് പറയാം. എങ്ങാനും കിട്ടുകയാണെങ്കിൽ പറയണം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ എന്തായാലും ഞാനിടും. ഇതെന്തായാലും ഞാൻ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും മിസ്റ്റേക്സൊക്കെ ഉണ്ട്, അറിയാം. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ ഫീൽ ചെയ്താൽ കമൻറ്റ് ചെയ്യുക. ഞാനത് ഉറപ്പായിട്ടും അടുത്ത ടൈം വീഡിയോ ഇടുമ്പോൾ ഞാനത് ക്ലിയർ ആക്കും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ പെർഫ്യൂം കളക്ഷൻ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.